തിരുച്ചിറപ്പള്ളിയിൽ നടന്ന വൻ പൊതുയോഗത്തിൽ പങ്കെടുത്ത ജനങ്ങളോട് നന്ദി അറിയിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ജനങ്ങൾ നൽകിയ പിന്തുണയും വിശ്വാസവുമാണ് തന്റെ സർക്കാരിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. അധികാരത്തിലെത്തിയ ശേഷം സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നുവെങ്കിലും അധികാരമേറ്റ് അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ ആരോപണങ്ങൾക്ക് പ്രവർത്തനങ്ങളിലൂടെ മറുപടി നൽകിയതായി വിജയ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് വിവിധ ചടങ്ങുകളിലും പൊതുപരിപാടികളിലും പങ്കെടുത്ത് സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. താൻ ഒരു മുഖ്യമന്ത്രിയായി മാത്രമല്ല ജനങ്ങളുടെ മുഖ്യ സേവകനായാണ് പ്രവർത്തിക്കുന്നതെന്നും വിജയ് പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ നേതാക്കളായ എംജിആറിന്റെയും അണ്ണാദുരൈയുടെയും പാത പിന്തുടർന്ന ജനസേവനത്തിനാണ് തങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് വിജയ് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ശക്തമായ നിലപാട് കൈക്കൊള്ളാനാകുമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാവിയിലെ തെരഞ്ഞെടുപ്പുകളിൽ ആ പിന്തുണ കൂടുതൽ ഉറപ്പാക്കാൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്നെ വിമർശിക്കുന്നവരോട് ഒരു പ്രത്യേക സന്ദേശവും വിജയ് നൽകിയിട്ടുണ്ട്. വിമർശനങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുതെന്നും അതാണ് കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് പോലും വിമർശനങ്ങൾ ഉയരുന്നുണ്ടെന്നും കറുപ്പും വെളുപ്പും നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പരിഹാസ രൂപത്തിൽ പ്രതികരിച്ചു. ഓരോ വിമർശനത്തിനും മറുപടി നൽകേണ്ട ആവശ്യമില്ലെന്ന് ജനങ്ങൾ തന്നെ പറയാൻ തുടങ്ങിയതായി വിജയ് പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളാണ് ഉചിതമായ മറുപടി നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴക വെற்றிക്കഴകവും DMKയും തമ്മിലാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടമെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. DMKയും അണ്ണാ DMKയും അധികാരത്തിനായി പല ഘട്ടങ്ങളിലും പരസ്പരം സഹകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിജയ് ആരോപിച്ചു. എന്നാൽ DMK എതിർക്കുന്ന ഓരോ ഘട്ടത്തിലും തമിഴക വെற்றிക്കഴകത്തിന്റെ പിന്തുണ വർദ്ധിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിയമസഭയിലെ നടപടികൾ യുവജനങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണുന്നുണ്ടെന്നും മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലുകൾ സമയം ചെലവഴിച്ചിരുന്ന പുതിയ തലമുറ ഇപ്പോൾ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. തമിഴക വെற்றிക്കഴകത്തെ നിരന്തരം അപമാനിക്കുകയും തങ്ങൾ ഭരണത്തിന് അർഹരല്ലെന്ന് പറയുകയും ചെയ്തവരാണ് ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തായതെന്ന് വിജയ് ചൂണ്ടിക്കാട്ടി. ജനങ്ങൾ DMKക്ക് വോട്ട് ചെയ്താൽ അവർ നല്ലവരെന്നും TVKക്ക് വോട്ട് ചെയ്താൽ അവർ അർഹതയില്ലാത്തവരാണെന്നും പറയുന്ന സമീപനം ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ജനങ്ങളെ ദീർഘകാലം രാഷ്ട്രീയമായി അടിമകളാക്കി നിർത്തിയ ശക്തിയാണ് DMK എന്നാരോപിച്ച വിജയ് സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ചോദ്യം ചെയ്യാനും അവരുടെ കൂടെ നിൽക്കാനും താൻ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ടാസ്മാക് സംവിധാനത്തിലൂടെ വൻതോതിൽ അഴിമതി നടന്നുവെന്നും അധികാരത്തിലെത്തിയ ഉടൻ ടാസ്മാക് കടകൾ അടച്ചുപൂട്ടുന്ന നടപടികളാണ് തങ്ങൾ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ തുടരുമെന്നും കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും വിജയ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിതരണവും കൂടി വന്നത് മുൻ ഭരണകൂടത്തിന്റെ വീഴ്ചയുടെ ഫലമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ സാഹചര്യം ഒറ്റയടിക്ക് മാറ്റാനാകില്ലെങ്കിലും ശക്തമായ നടപടികളിലൂടെ ക്രമേണ നിയന്ത്രണത്തിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനെതിരെ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും വിജയ് വ്യക്തമാക്കി. നിയമവും ക്രമവും പുനഃസ്ഥാപിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴക വെற்றிക്കഴകം കുതിരക്കച്ചവട രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നുവെന്ന ആരോപണവും വിജയ് തള്ളി. ജനങ്ങൾ തള്ളിക്കളഞ്ഞ രാഷ്ട്രീയ ശക്തികളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അണ്ണാ DMKയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തമിഴ്നാടിന്റെ അവകാശങ്ങളും താൽപര്യങ്ങളും ഒരു സാഹചര്യത്തിലും വിട്ടുകൊടുക്കില്ലെന്ന് വിജയ് ഉറപ്പു നൽകി. സാമൂഹ്യനീതി, സമത്വം, ജനക്ഷേമം എന്നീ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും വിജയ് വ്യക്തമാക്കി. പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റും തന്റെ രണ്ട് കണ്ണുകൾ പോലെയാണെന്ന് വിശേഷിപ്പിച്ച വിജയ് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പ്രഖ്യാപിച്ചു. തനിക്ക് നൽകിയ അതേ പിന്തുണയും വിശ്വാസവും പുതിയ സ്ഥാനാർത്ഥിക്കും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.